ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി വ്യത്യസ്തമായ 4 ടൈപ്പിലുള്ള ലൈം ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്, നല്ല സമ്മർ ഡ്രിങ്ക്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൊമഗ്രാനൈറ്റ് ലൈം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു പൊമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, തൊലിച്ചതിൻ്റെ കുരുവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയിലും ഒരു ചെറുനാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ ഇട്ട ശേഷം അതിലേക്ക് പൊമഗ്രാനൈറ്റ് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങയുടെ നീര് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിഴിഞ്ഞെടുത്തത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, അതായത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കുക, നന്നായി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നമ്പർ 2 പൈനാപ്പിൾ ലൈമാണ്. അതിനുവേണ്ടി ഒരു പൈനാപ്പിളിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ, 5-6 ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത പോലെ തന്നെ കുറച്ച് പുതിനയും ഒരു ചെറുനാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം നമുക്ക് ആ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നന്നായി അടിച്ച ശേഷം ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. നമ്പർ 3 ഗ്രേപ്പ് ലൈം. ഇതിനടുത്ത് നമുക്ക് ഗ്രേപ്പ് ലൈം ഉണ്ടാക്കാം. അതിനായി കുറച്ച് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്, അല്പം പുളിയുള്ള ഗ്രേപ്പാണ് എടുത്തിട്ടുള്ളത്, ഗ്രേപ്സ്. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് പുതിനയില എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം ഈ ഗ്രേപ്സൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഓരോന്നായി, അതായത് പുതിനയില ചേർത്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക, പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീര് കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു മിക്സിയിൽ ജാറിലിട്ട് നന്നായി അടിച്ച ശേഷം ഇതും അതുപോലെ അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 4-മതായി നമുക്ക് മിൻറ്റ് ലൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറുനാരങ്ങയും പിന്നെ ആവശ്യത്തിൽ കൂടുതൽ തന്നെ പുതിനയിലും എടുത്തിട്ടുണ്ട്. പുതിന കുറച്ചധികം എടുക്കുന്നുണ്ട് ഈ മിൻറ്റ് ലൈമിന് വേണ്ടിയിട്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട ശേഷം ഇതിലേക്ക് എല്ലാം ഇഞ്ചി ചേർത്ത് കൊടുക്കുക, പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മിൻറ്റ് ലൈം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഡ്രിങ്ക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.